അവിടെ ആ സാവിത്രിയൊക്കെ കൊല്ലംകുട്ടി അവിടെ നിന്ന് വലിയ വടക്കുകളിൽ സാവിത്രി ചെന്നാലോ ഏതാണ്ട് വിളിച്ച് വാങ്ങി കാലത്തോട്ട് ചെന്നു മനസ്സിലായി സുരോജനാണ് മരുമോളെ ആര് വിളിച്ചു പറഞ്ഞു നീ അത് എന്തിനാ ഞാനെന്ത് ചെയ്യുന്നതിന്റെ നിന്റെ കയ്യെ തുപ്പിയ സത്യം ചെയ്യും നിന്റെ മാല് ഇനി അതൊന്നും ചെയ്യാൻ നീ നാളെ പോകണം നീ തിങ്കളാഴ്ച പോയിട്ട് ഒന്നാം തീയതി വിളിച്ചു കിട്ടിട്ട് പോയാൽ മതി പൈസ ഇല്ലാതെ കടന്ന് അതേണ്ട ഈ മാല് ഞാൻ നോക്കിച്ചിട്ടില്ല ഈ ദേവിയാണ് നീ ചെങ്ങൂർ പോയി അവിടെ ആരാ നീ പറഞ്ഞേൽപ്പിച്ചോ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ പോകുന്നില്ലെന്ന് വിചാരിച്ചില്ലായിരുന്നു അതിലോട്ട് വിളിച്ചതൊക്കെ എനിക്ക് തെറ്റായി ചെങ്ങൂർ ഒരു കാര്യം ചെയ്യും ചെങ്ങൂർ വിളിച്ച് എന്നാ നീ പാലക്കാട്ട് അവർ ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ എപ്പോഴും അവിടോട്ട് പോയാലാണ് അവർ തമ്മിൽ ചെയ്തപ്പോൾ ചെങ്ങൂർ വിളിച്ച് പറയുന്നത് പറയട്ടെ അങ്ങനെ എന്തോ കുടുംബം നിൽക്കാമെന്നല്ലായിരുന്നു ആര് വിളിച്ച് പറയാനാ മനുഷ്യൻ ആരും ഇല്ലാത്തവരെ സഹായിക്കാൻ ദൈവം കാണും നീ വീണ്ട അവിടെ ഇനി നീ നീ കാര്യക്കാർ തന്നെ പോയാൽ മതി നിങ്ങളെ എനിക്കൊന്നും കേൾക്കണ്ട ഞാനോട്ട് നോക്കാം കാണിച്ചത് അങ്ങോട്ട് ആ ഭിത്തിയുടെ അവിടെ അല്ല അയാളോട് ഒന്നും ഞാൻ പറഞ്ഞില്ല പോയില്ല. ഇപ്പം ഭിത്തിയെ ചൂണ്ടിക്കാണിച്ചെന്നായ ഇങ്ങനെ കള്ളങ്ങളൊക്കെ വരട്ടെ. നേരത്തെ ഇങ്ങനെ വീഴാൻ പോയതെന്നായി അതാ ഈ കള്ളം എന്ന് പറയുന്നത്. നേരത്തെ വീഴാൻ പോയതായിരുന്നു, ഇപ്പം കരണ്ട് നോക്കാൻ വന്ന് ഭിത്തിയെ ചൂണ്ടിക്കാണിച്ചതാ. ഇതാ ഈ സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളു സത്യം. ഇതാ വ്യത്യാസം, ഒന്നേ ഉള്ളു സത്യം. ഇങ്ങനെ അങ്ങനെ നിങ്ങൾ പറയുന്നതൊക്കെ വെറും എനിക്കറിയാം. നിങ്ങളുടെ സൈക്കോളജിയൊക്കെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സൈക്കോളജി, ഈ കള്ള സൈക്കോളജി ഒന്നും ഇവിടെ എടുക്കല്ലേ. ഞാൻ LLB പഠിച്ചതാ കേട്ടോ. ഞാൻ LLB പഠിച്ചതാ. LLB കൊലക്കുറ്റം ചെയ്തവരുമായിട്ട് ഡീൽ ചെയ്യേണ്ടവളാ ഞാൻ കേട്ടോ. നീ കൂടുതൽ സൈക്കോളജി ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. കള്ളറുടെ സൈക്കോളജിയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. കള്ളറുടെ സൈക്കോളജിയൊക്കെ ആദ്യം ഇങ്ങനെ വീഴാൻ പോയതെന്നായി, പിന്നെ പോകുന്നു കരണ്ട് നോക്കാൻ വന്നാൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് ഇതായി മാറുന്നത്. സത്യം ഒന്നേ ഉള്ളു, അത് പറ. സത്യം ഒന്നേ ഉള്ളു, അല്ലാതെ ഈ കള്ളങ്ങൾ പറയാതെ. എനിക്ക് ആദ്യം മനസ്സിലായില്ല. അതുപോലെ ദേശാഭിമാനി പത്രക്കാരൻ ഇവിടെ വന്ന് എല്ലാം എഴുതിക്കൊണ്ട് പോകാൻ കൊടുക്കാമെന്ന് ചേച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേന് പത്രക്കാരൻ അപ്പോഴത്തേന് കയ്യും കാലും ഒക്കെ കാണിച്ചവനെ അങ്ങോട്ട് വാ. ഇവിടുന്ന് ആദ്യമേ പോയ ദിവസം അന്ന് മറന്നുപോയോ? അവൻ പറഞ്ഞല്ലോ പട്ടിയെ കരയിപ്പിക്കുന്ന സാധനമാണോ എന്ന് അവൻ ചോദിച്ചതേ. പട്ടിയെ കരയിപ്പിക്കുന്ന സാധനം. ഇല്ലില്ല, എനിക്ക് പൊട്ടല്ലയോ. ഞാൻ മറക്കത്തില്ല ഇതൊന്നും. നിങ്ങൾ മിണ്ടായിരി. അവിടെ മന്ദിരത്തിൻ്റെ അവിടോട്ട് വരാൻ പറഞ്ഞു. മന്ദിരത്തിൻ്റെ അവിടെ വന്നപ്പോൾ ക്ലാസ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകണ്ട, നേരെ അങ്ങ് പൊക്കോളാനെന്ന്. ഈ ക്ലാസ് ഒന്നും നമ്മുടെ എടുക്കല്ലേ. ഈ ക്ലാസ് ഒന്നും നമുക്ക് വേണ്ട. പിന്നെ അവൻ വന്നില്ല. അവൻ പറഞ്ഞത് ഞാൻ കൊടുക്കാൻ ചേച്ചി പത്രത്തിൽ എന്തുവാ. അപ്പൊ ഞാൻ ചോദിച്ചു ഡ്യൂസിനെ കുറിച്ച് അറിയാം. അതെന്തോ ഇല്ല, പട്ടിയൊക്കെ കരയിപ്പിക്കുന്നതല്ലയോ ഫോണിൽ കൂടെ പട്ടിയൊക്കെ കരയിക്കുന്നത്. അയ്യോ, ആർക്കും ഒന്നും അറിയത്തില്ല. എന്ന് മിണ്ടായി. നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ കള്ളത്തരം മുഴുവൻ. അതൊന്ന് കൊടുക്കാമെന്ന് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പൈസ തരാൻ ഞാനങ്ങ് കടം കിട്ടിയാൽ നോട്ടും കൂട്ടില്ല. 3000 രൂപയായിരുന്നു പേപ്പറിന്റെ. അന്ന് 2000 കൊടുത്തുള്ളൂ. 1000 രൂപ പിന്നെ കടവിട്ട് പോയില്ല. 88 വയസ്സായാലും ക്രിമിനൽ ആക്ടിവിറ്റി കുറഞ്ഞില്ല. എന്തോ പണ്ടേ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ക്രിമിനൽസ് എന്തോ കുഴി വരെ ക്രിമിനൽ ആക്ടിവിറ്റി കൊണ്ട് നടക്കുന്നു. കുഴി വരെ ചത്തങ്ങ് കുഴി വെക്കുന്നവരെ ഇവർക്ക് ഈ തൊഴിലേ കാണത്തുള്ളൂ. നല്ല നേരെ ചൊവ്വയുള്ള തൊഴിൽ കാണത്തില്ലെന്ന്. ക്രിമിനൽസിന്റെ ടിൽ ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് പട്ടണ വരെ ഈ തൊഴിലാക്കും. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ. ചുട്ടയിലെ ശീലം ചുടല വരെ. നീയൊക്കെ ഒത്തിരി അടിച്ച് വളർന്നതാ. നീയൊക്കെ തലയ്ക്ക് മുടിക്ക് കുത്തിപ്പിടി എല്ലാം നീയൊക്കെ നടത്തിയതാ. നീയൊക്കെ 6 പെണ്ണുങ്ങളും കൂടെ കുറഞ്ഞ് ശരിക്കും അടിച്ച് നടന്നതാ. ആ തൊഴിൽ ഇങ്ങോട്ട് എടുക്കണ്ട. 6 പെണ്ണുങ്ങളോടും കൂടെ നല്ല ശരിക്കും അടിച്ച് നടന്നതാ. ആ തൊഴിലൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട.
കസേര വരെ കീറുന്ന പാർട്ടീസായിരുന്നു. കസേര വരെ ബ്ലേഡിനെ അറുത്ത് മുറിച്ച് കീറുന്നത്. ആ സ്വഭാവമൊന്നും ഞങ്ങൾക്കില്ല. ആ സ്വഭാവമൊന്നും എനിക്കില്ല. കസേര വരെ അറുത്ത് മുറിച്ച് ഇരിക്കാതിരിക്കാൻ കീറുന്ന പാർട്ടീസാ. തലയ്ക്കും കുത്തിപ്പിടി, ഇടി, തൊഴി, പൈസ മോഷണം എല്ലാം ഉള്ളതാണ്. അതാ ശാന്തയെന്ന് പറയുന്നവള്. കുറേ ശാന്ത അങ്ങനെ കുറേ നല്ല കേടി സ്വഭാവമാണ്. ഇത് ഇങ്ങോട്ട് വേണ്ട കേടി സ്വഭാവം.